എന്തിനാടി എന്റെ ഭർത്താവിന്റെ കൂടെ ഗൾഫിൽ നീ കെട്ടിയെടുത്തത്? എന്റെ ജീവിതം താറുമാറാക്കാനോ? ഇങ്ങനെ കത്തിപ്പിടിച്ചിട്ട് എന്ത് പ്രയോജനം? സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനിയിപ്പോ എന്തേലും ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക. ഇപ്പൊ ഊർമിളയെ കണ്ടുകിട്ടി. ഇന്നലെ രാത്രി റെയിൽവേ ട്രാക്കിനടുത്തു നിന്ന്. എന്റെ ഈശ്വര, എനിക്കത് വിശ്വസിക്കാനാവുന്നില്ല. പോലീസുകാര് നാട് മുഴുവൻ തെരഞ്ഞിട്ടും കണ്ടെത്താനാവാത്ത അവളെ കൈ എത്തുന്ന ദൂരത്ത് ഒളിപ്പിച്ച് താമസിപ്പിച്ചു എന്ന് പറഞ്ഞാ എന്തായാലും ഏട്ടന്റെ ചങ്ങാതിയും ഭാര്യയും ജഗജില്ലികള് തന്നെ. അല്ലെങ്കിൽ നാഴികയ്ക്ക് 40 വട്ടം ഓരോരോ കാര്യങ്ങൾക്ക് എന്നെ വിളിക്കുന്നവനാ ജെയിംസ്. കുറച്ച് നാളായിട്ട് ഒരു അനക്കമില്ല. നേര് പറയാലോ, കഴിഞ്ഞ ദിവസം ഒന്ന് സ്വസ്ഥമായിട്ട് വീശാന്ന് കരുതി സാധനവും സംഘടിപ്പിച്ചുകൊണ്ട് ചെന്നപ്പോ അവനെന്നകത്തോട്ട് കയറ്റിയില്ല. എനിക്കപ്പോഴേ ഒരു പന്തികേട് തോന്നിയതാ. ആട്ടെ, എന്തിനു വേണ്ടി അവരിത് ചെയ്തെന്ന് വല്ല ഊഹമുണ്ടോ? ആ പെണ്ണുമ്പിള്ള കരഞ്ഞു പറഞ്ഞത് ജീവകാരുണ്യത്തിന്റെ ബോധോദയം ഉണ്ടായിന്ന. അതൊന്നും അല്ല കാര്യം. ഊർമിളയെ വെച്ച് വേണുവിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാനായിരിക്കും അവർ പ്ലാൻ ചെയ്തത്. അച്ചായൻസിന്റെ കാഞ്ഞ ബുദ്ധിയല്ലേ. ഏതായാലും 4 ആൾ അറിയുന്നതിന് മുമ്പ് നമ്മുടെ കൈ കിട്ടിയത് മഹാഭാഗ്യമായി. ആ നിന്നിടം നശിപ്പിക്കുന്നവളെ കൈ കിട്ടിയത് ഭാഗ്യെന്നോ? എന്താ ജെയിംസിനും ആലിസിനും ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾ ചെയ്യാൻ പോവാണോ? ബ്ലാക്ക് മെയിലിംഗ് വേണ്ടി വന്നാ അതും ചെയ്യും. ഊർമിളയെ വിട്ടുകിട്ടാൻ വേണ്ടി അവനോട് എത്ര ലക്ഷം ഡിമാൻഡ് ചെയ്യാന്നാ ഞാനിപ്പോ ആലോചിക്കുന്നത്. തറവാടക്കം ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന കാര്യമൊന്നും ആലോചിക്കില്ലേട്ടാ. ഊർമിള നമ്മുടെ കസ്റ്റഡിയിലുണ്ടെന്ന് പുറത്തറിഞ്ഞ തട്ടിക്കൊണ്ടുപോകലിനും ഗൂഢാലോചനയ്ക്കും നമ്മൾ ആദ്യം ആത്താവും. അതുകൊണ്ട് ഇക്കാര്യം ഒരു കുഞ്ഞു പോലും അറിയരുത്. ഊർമിളയുടെ മിസ്സിങ്ങിനെ തുടർന്നുണ്ടായ കോലാഹലങ്ങളും പ്രശ്നങ്ങളും അതുപോലെ തന്നെ തുടരട്ടെ. വേണു അനുഭവിക്കാവുന്നിടത്തോളം അനുഭവിക്കട്ടെ. അവസാനം ഗതി കിട്ടാതെ പള്ളിക്കലെ പടിക്കലെത്തുവാൻ മൃദുലേച്ചിയുടെയും മക്കളുടെയും കാൽക്കൽ വീണ് ചെയ്ത മഹാഭാവങ്ങൾക്ക് മാപ്പ് പറയും. ഇത് തന്നെ നല്ല മാർഗമെന്ന് എനിക്കും തോന്നുന്നു. നീ പറഞ്ഞ പോലെയൊക്കെ സംഭവിക്കട്ടെ. എന്നിട്ട് ഊർമിള എന്ത് വേണമെന്ന് നമുക്ക് ആലോചിക്കാം. അതുവരെ അമ്മ പോലും ഇക്കാര്യം അറിയണ്ട. അതല്ലേടാ നല്ലത്. നിങ്ങളുടെ പദ്ധതിയൊക്കെ തീരുമാനിച്ചതുപോലെ നടക്കട്ടെ. പക്ഷെ എനിക്ക് അവളെ ഒന്ന് കാണണം. എന്നെ ഈ നിലയിലാക്കിയ ദുഷ്ടത്തിയെ. ഇവിടെ മതി.
എടി എടി മനസ്സിലായില്ലേടി എന്നെ? മൃദുല, നീ മയക്കെടുത്ത പുരുഷൻ താലി കെട്ടിയ പെണ്ണ്. എന്തിനാടി എന്റെ ഭർത്താവിന്റെ കൂടെ ഗൾഫിൽ നീ കെട്ടിയെടുത്തത്? എന്റെ ജീവിതം താറുമാറാക്കാനോ? എന്റെ മക്കൾക്ക് അച്ഛന്റെ സ്നേഹവും വാത്സല്യം നഷ്ടപ്പെടുത്താനോ? പറയടി. എന്താ നിന്റെ നാക്കിറങ്ങിപ്പോയോ? അതോ കുറ്റബോധം കൊണ്ട് വാക്കുകൾ കിട്ടുന്നില്ലേ? കുറ്റബോധം കൊണ്ട് നീ എത്ര നീറിയാലും എന്ത് പ്രായച്ചിത്തം ചെയ്താലും നീ കാരണം തല്ലിക്കെടുത്തപ്പെട്ട എന്റെ ജീവിതത്തിലെ സന്തോഷം നിനക്ക് തിരിച്ചു തരാൻ പറ്റോ? പറയടി. കരയരുത്, നീ സന്തോഷിക്കണം. മറ്റുള്ളവരുടെ ജീവിതത്തിലെ തകർച്ച കണ്ട് മതി മറക്കണം. അതിനല്ലേ നീ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്നത്? പറയടി. വേണ്ട, എന്നോട് ഇങ്ങനെയൊന്നും പറയരുത്. പൊയ്ക്കോ. ഇല്ലടി, പോകില്ല. മുഖത്തോടെ മുഖം കാണുമ്പോ പറയാൻ മനസ്സിൽ കരുതി വെച്ചേക്കെ പറഞ്ഞ് ചെയ്ത് തീർത്തിട്ട് മൃദുല പോവും. വേണുവേട്ടനും ഞാനും മക്കളും എത്ര സന്തോഷത്തോടെ ജീവിച്ചെന്നറിയാമോ? നീ ഒരാൾ കാരണം എല്ലാം തകർന്നു, നശിച്ചു. എന്തിനാടി നീ ദ്രോഹം ചെയ്തത്? പറയടി, പറയാൻ. പോ. പോ. പൊയ്ക്കോ. പോവാനല്ലേ പറഞ്ഞേ? എടി, പോ. എടി. നീ ഇതെവിടെ പോയിട്ട് വരിക? അത് പിന്നെ അരുണിന്റെ സ്കൂളിലെ ടീച്ചർ വിളിപ്പിച്ചിരുന്നു. നീ എന്താ ആകെ വല്ലാതെ? എന്താ വല്ല വയ്യായികയുണ്ടോ? ഇല്ലച്ചാ, അത് വെയിലത്ത് വന്നേന്റെയാ. ആഹാ, നീ വന്നോ? അപ്പു പറഞ്ഞ നീ മോന്റെ സ്കൂളിൽ പോയെന്ന്. ഒരു വാക്ക് പറയാതെ പോകാനും മാത്രം എന്തായിരുന്നു ഇത്ര അത്യാവശ്യം? അത് അമ്മയൊന്ന് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ നിനക്കൊരു പരവേശം പോലെ? പറയാമേ, അങ്ങോട്ട് മാറി നിന്ന് പറയാം. വാ. ചതിച്ചല്ലോ എന്റെ ദേവി. ഈ ഏടാ കൂടെ ഒപ്പിക്കാനാണോടി ഒരക്ഷരം മിണ്ടാതെ നീ ഇവിടുന്ന് പോയത്? ഓഹോ, അപ്പൊ അമ്മ ഒളിച്ച് മക്കള് മൂന്നാളും തന്നിഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയല്ലേ? എങ്കി പിന്നെ വരും വരായകളും തനിച്ചങ്ങ് അനുഭവിക്ക്. അമ്മേ, ദൈവത്തെ ഓർത്ത് ഇങ്ങനെയൊന്നും പറയരുത്. ഒരു കയ്യബദ്ധം പറ്റിപ്പോയി. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഈശ്വര, എനിക്കത് ഓർക്കാൻ പോലും വയ്യ. നമ്മുടെ കുടുംബം തകർന്നു പോവുമേ. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണോന്നാ? അമ്മ രാമകൃഷ്ണേട്ടനോടും അപ്പുവിനോടും വേഗം വിവരം പറയും. അവരെന്തെങ്കിലും ചെയ്യാതിരിക്കില്ല. എനിക്ക് അവരെ ഫേസ് ചെയ്യാൻ പറ്റത്തോണ്ട് അമ്മേ, ഒന്ന് വേഗം ചെല്ലമ്മേ. ആ ശരി. ദേ, തൽക്കാലം നീ ഇത് ആരോടും പറയാൻ നിൽക്കണ്ട, കേട്ടല്ലോ? ഉം.
ഭ്രാന്ത്, ഭ്രാന്ത്. അത് തന്നെ അവക്ക്. അല്ലാതെ ഇത് ചെയ്യില്ല. എത്ര റിസ്ക് എടുത്തിട്ട് ആ പെണ്ണിനെ അവിടെ കൊണ്ടിട്ടത്. എന്തൊക്കെ കണക്കൂട്ടലുകളായിരുന്നു. എല്ലാം തകർത്തു, നശിപ്പിച്ചു. എവിടെയാ തലതിരിഞ്ഞവള്? വിളിക്ക് മൃദുലേ, എടി മൃദുലേ. ഏട്ടാ ഒന്ന് നിക്ക്. ഇങ്ങനെ കത്തിപ്പിടിച്ചിട്ട് എന്ത് പ്രയോജനം? സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനിയിപ്പോ എന്തേലും ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്ക്. അതാ വേണ്ടത്. എന്ത് ചെയ്യാനാടാ? അവൾ ഇവിടെ കിടന്ന് ചത്ത എന്ത് ചെയ്തോ നീ പറയുന്നേ? അഥവാ ചത്തില്ല എന്ന് വെച്ചോ, എടുത്ത് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റുമോ? ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, വല്ലതും സംഭവിച്ച താമസക്കാരനായ ഞാൻ മാത്രമല്ല കുടുങ്ങുന്നേ, തറവാടടക്കം തൂങ്ങും. എടാ മോനെ, നീ ഇങ്ങനെ വായി തോന്നിയ വിളിച്ചു പറഞ്ഞ് മനുഷ്യരെ പേടിപ്പിക്കാതെ. അപ്പു ചെല്ലുമോനെ, പോയി എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഏട്ടൻ വന്നേ. ഒരു നിമിഷം പാഴാക്കാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ആ വാ. എന്റെ ഭഗവാനെ, അത്യാപത്തൊന്നും വരുത്താതെ കാത്തോളണേ ഈശ്വര. ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ കണ്ടിട്ട് കണ്ടീഷൻ അത്ര ശരിയല്ലെന്നാ തോന്നണേ. എന്ത് സംഭവിക്കാം? അപ്പോ നമ്മളിപ്പോ എന്ത് ചെയ്യൂടാ? ആ ഏട്ടൻ പേടിക്കാതെ. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് മാറ്റാം. അപ്പോട്ടാ, അപ്പോട്ടിന് കഴിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട്. വാ. നല്ല വിശപ്പില്ല, നീ കഴിച്ചോളൂ. അത് പറ്റില്ല, അപ്പോട്ടിന് ഉച്ചയ്ക്ക് നന്നായി ഉണ്ടിട്ടില്ല. വാ, വന്നേ. ആ മായ ശല്യപ്പെടുത്താൻ ഒന്ന് പോകുന്നുണ്ടോ? അപ്പോട്ടാ, ഈ ഷട്ടിൽ എങ്ങനെ ചോര പറ്റിയേ? അത് പിന്നെ വരുന്ന വഴി ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി. ഈശ്വരാ, എന്നിട്ട് എന്ത് പറ്റി? നോക്കട്ടെ അപ്പോട്ടാ. നീ ഒന്ന് പോകുന്നുണ്ടോ? ആക്സിഡന്റ് എനിക്കല്ല പറ്റിയത്. വഴിയിൽ വണ്ടി ഇടിച്ച് കിടക്കുന്നത് കണ്ടു. അയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സഹായിച്ചു. അല്ല, അതൊന്നും അല്ല കാര്യം. എന്റെ അടുത്ത് നിന്ന് എന്തോ ഒളിക്കുന്നുണ്ട്. അപ്പോട്ട് വേണുവേട്ടനെ കണ്ടിരുന്നോ? എന്തേലും പ്രശ്നം ഉണ്ടായോ? ഓ അപ്പൊ പ്രശ്നം ഉണ്ടായി വേണുവിന് വല്ലതും പറ്റിയോന്നുള്ള ആദ്യമല്ലേ? എങ്കിൽ കേട്ടോ, അവനെ കണ്ടു. പള്ളിക്കലുകാരോട് കാണിച്ച നെറുകേടിന് അവനോട് കണക്ക് തീർക്കുകയും ചെയ്തു. അടിച്ച് കൈകാലൊടിച്ച് വഴി തള്ളിയിട്ടുണ്ട് ഞാൻ. എന്താ ആങ്ങളെ രക്ഷിക്കാൻ പോണോ? എടി നിനക്ക് വേറെ പണിയും നോക്കി മാറിപ്പിക്കൂടെ? മനുഷ്യനോട് ഭ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാ അവളുടെ ഒരു ചൊറിഞ്ഞ വർത്താനവും ചോരക്കറയും. നിന്നോട് പലതവണ പറഞ്ഞ കാര്യം വീണ്ടും പറയാ, മേലിൽ എന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഇന്റർഫിയർ ചെയ്യാൻ വരരുത്. ഇടപെടാൻ വന്നാ ദേ നീ അനുഭവിക്കും. ആ പൊയ്ക്കോ, എടി പോടി.